ത്തിൽ നിന്നും ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്ന മലയാളികളെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നിസ്സാര കാരണങ്ങളുടെ പേരിൽ പീഡിപ്പിക്കുന്നതായി പരാതി. കൈക്കുഞ്ഞടക്കം 3 കുട്ടികളുമായി ഖത്തറിലേക്ക് പോകാൻ ഒരുങ്ങിയ മഞ്ചേശ്വരം സ്വദേശിയായ യുവതിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അധികൃതർ തിരിച്ചയച്ചത്. 1.5 ലക്ഷം രൂപയോളം നഷ്ടം സഹിച്ചാണ് ഇവർ പിന്നീട് കോഴിക്കോട് വഴി ഖത്തറിലേക്ക് യാത്ര തിരിച്ചത്. ഖത്തറിൽ താമസ വിസയുള്ള മഞ്ചേശ്വരം കുറവത്തൂർ സ്വദേശി അബ്ദുൽ ഖാദറിന്റെ ഭാര്യയ്ക്കും 3 കുട്ടികൾക്കുമാണ് മംഗലൂരു വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ദുരിതമനുഭവിക്കേണ്ടി വന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര തിരിക്കേണ്ടിയിരുന്ന ഇവരെ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെക്കുകയായിരുന്നു. പാസ്പോർട്ടിലെ അഡ്രസ് പേജിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ചെറിയ കേടുപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഏറെ വൈകി തന്നെയും കുഞ്ഞുങ്ങളെയും യാത്ര ചെയ്യാൻ അനുവദിക്കാതെ ഉദ്യോഗസ്ഥർ തിരിച്ചയച്ചതെന്ന് ഇവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പാസ്പോർട്ട് വാങ്ങിച്ച് കുറെ സമയം കഴിഞ്ഞിട്ടാണ് പാസ്പോർട്ട് കൊണ്ടുതരുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങളെ പാസ്പോർട്ട് ഡാമേജ് ഉണ്ട്, നിങ്ങൾക്ക് പോകാൻ പറ്റൂല. വീട്ടിലേക്ക് തിരിച്ചുപോയ യുവതിയും കുഞ്ഞുങ്ങളും പിന്നീട് 2 ദിവസം കഴിഞ്ഞ് കോഴിക്കോട്ട് നിന്നുള്ള ജെറ്റ് എയർവേസ് വിമാനത്തിൽ ഖത്തറിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി, പെൺകുഞ്ഞ്. അങ്ങനെ 2 ആൺമക്കളുണ്ട്, പിന്നെ കുറെ ലഗേജ് ഉണ്ട്. എന്നിട്ട് അവര് ഒന്നും മൈൻഡാക്കിയില്ല, തിരിച്ചയച്ചതാ. ഗൾഫിൽ നിന്നും തിരിച്ചു വരുന്ന യാത്രക്കാരുടെ പാസ്പോർട്ടിലെ വിസ പേജ് ഇളക്കി മാറ്റുന്നതുൾപ്പെടെ മംഗലൂരു വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെയും നിരവധി യാത്രക്കാർ പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇവിടുന്ന് പോകുന്ന യാത്രക്കാരുടെ വിസയുടെ പേജ് അടത്തികളയും വരുമ്പോഴായിരിക്കും പല യാത്രക്കാർക്കും സംഭവം മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ബീഫ് മറ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ അവിടുന്ന് കയറ്റാറില്ല. ഈ സാഹചര്യത്തിൽ മംഗലൂരു വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ വിവേചനപരമായ പെരുമാറ്റങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു. അൻവർ പാലേരി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദോഹ. മലബാർ ഗോൾഡിനെതിരെ സാമൂഹ്യ